പഴയ കാല രുചിയുള്ള ഒരു നാടൻ പലഹാരം തയ്യാറാക്കി നോക്കിയാലോ? 4 മണിക്ക് ചായക്കും അതുപോലെ ഗസ്റ്റൊക്കെ വരുമ്പോൾ കൊടുക്കാനൊക്കെ ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നാടൻ പലഹാരമാണ്. അതുപോലെ നമ്മൾ ചായക്കടയിലൊക്കെ കാണാവുന്ന രുചിയുള്ള വെട്ടുകേക്കിന്റെ റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് വെട്ടുകേക്ക് പല രീതിയിലും തയ്യാറാക്കി എടുക്കാറുണ്ട്. ഇത് സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കുന്നതിന്റെ റെസിപ്പിയാണ്. അതിനായിട്ട് ഞാനൊരു 3 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഈ ഒരു ഗ്ലാസ്സിന് 3 ഗ്ലാസ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 3 കോഴിമുട്ടയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു 3 ഗ്ലാസ് മൈദയുടെ അളവാണ് ഞാൻ കാണിക്കുന്നത്. ഈ ഒരു 3 ഗ്ലാസ് മൈദയ്ക്ക് 3 കോഴിമുട്ട മതിയാകും കേട്ടോ. വെട്ടുകേക്കിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്: ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, അതുപോലെ തന്നെ 1 ഗ്ലാസ് പഞ്ചസാര മിക്സിയുടെ ജാറിലൊന്ന് പൊടിച്ചെടുത്തത്. ആ ടൈമിൽ തന്നെ നമുക്ക് എഗ്ഗും 3 എണ്ണം മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ നെയ്യാണ്, അതുകൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് ഏലക്കാപ്പൊടിയാണ്. ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി പഞ്ചസാര ചേർത്തിട്ട് പൊടിച്ചെടുത്തതാണ്. പഞ്ചസാര പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക. പഞ്ചസാര ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കണ്ട, ഒരു 1/2 ഭാഗം ആദ്യം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയൊക്കെ കുറച്ചായിട്ട് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എഗ്ഗ് അടിച്ചത് ചേർത്ത് കൊടുക്കുക. എഗ്ഗും കുറച്ചായിട്ട് വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാനായിട്ട്. പുട്ടിനൊക്കെ പൊടി നനയ്ക്കില്ലേ, അതുപോലെ ഫസ്റ്റിൽ ആദ്യം ഇതെല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് പുട്ടിന് നനയ്ക്കുന്നത് പോലെ ചെയ്തെടുക്കണം. എന്നിട്ട് പോരാന്ന് തോന്നുകയാണെങ്കിൽ മാത്രം വീണ്ടും എഗ്ഗ് അടിച്ചത് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ പഞ്ചസാര പൊടിച്ചതും ചേർത്ത് കൊടുക്കുക. മധുരം നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര പൊടിച്ചതും ചേർത്ത് കൊടുത്താൽ മതി. ഒരു 3 ഗ്ലാസ് മൈദയ്ക്ക് 1 ഗ്ലാസ് പഞ്ചസാര പൊടിച്ചത് മതിയാകും കേട്ടോ. ഒരുപാട് മധുരം വേണമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പം ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊരു 1/2 മണിക്കൂർ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുകയാണ്, ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട്. ഇപ്പോഴിതാ ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് പരത്തിയെടുക്കാം. അപ്പോൾ ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നല്ല പാകമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ കുറച്ച് ടൈറ്റായിട്ട് വേണം കേട്ടോ കുഴച്ചെടുക്കാനായിട്ട്. ലൂസായിട്ട് കുഴച്ചെടുക്കരുത്, അപ്പോൾ നമുക്ക് വെട്ടുകേക്ക് ശരിയാവില്ല. അത് പാകമായിട്ടുണ്ട്. ഇനി നമുക്കിത് കുഴച്ചെടുക്കാം. അതിനായിട്ട് ഞാനിത് സ്റ്റീലിൻ്റെ ഒരു കട്ടിംഗ് ബോർഡാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഏത് കൗണ്ടർ ടോപ്പിൽ വേണമെങ്കിലോ അല്ലെങ്കിൽ ചപ്പാത്തി പലകയിലോ ഒക്കെ പരത്തിയെടുക്കാവുന്നതാണ്. ഈ ഒരു സ്റ്റീലിൻ്റെ കട്ടിംഗ് ബോർഡിൽ ഞാൻ കുറച്ച് ഓയിൽ തടവി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിത് പരത്തിയെടുക്കാം. കുറച്ച് കട്ടിയിൽ വേണം കേട്ടോ ഇത് പരത്തിയെടുക്കാനായിട്ട്. പണ്ട് കാലങ്ങളിലും ഇപ്പോഴും ഒക്കെ ചായക്കടയിലും ഹോട്ടലിലും ഒക്കെ ചില്ലുകൂട്ടിൽ ഇങ്ങനെ ഈ ഒരു പലഹാരം ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ ബേക്കറി കടയിലും ഒക്കെ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. റവയായിട്ടും ഈ ഒരു വെട്ടുകേക്ക് തയ്യാറാക്കാറുണ്ട്. റവയും മൈദയൊക്കെ ചേർത്തിട്ടും വെട്ടുകേക്ക് തയ്യാറാക്കാറുണ്ട്. അതുപോലെ മൈദ മാത്രം ഉപയോഗിച്ചിട്ടും വെട്ടുകേക്ക് തയ്യാറാക്കാറുണ്ട്. നമ്മുടെ വീട്ടിലെ ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് ഇതുപോലെ നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഞാനിത് ചെറിയ ഇതായിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത് നന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു തിക്നെസ്സിൽ പരത്തിയെടുത്താൽ മതി. ഒരുപാട് തിന്നായിട്ട് പരത്തിയെടുക്കരുത്, കുറച്ച് കട്ടിയിൽ വേണം പരത്തിയെടുക്കാനായിട്ട്. ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് കത്തിയിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ കത്തിൻ്റെ മുകളിൽ കുറച്ച് ഓയിൽ തടവി കൊടുത്തിട്ട് കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒട്ടിപ്പിടിക്കില്ല. ഇനി ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. റൗണ്ട് ഷേപ്പിലാണെങ്കിലും ഫ്ലവർ പോലെയാണെങ്കിലും എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. ഞാനിത് ചെറുതായിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡിൽ ഇതുപോലെ ചെറിയൊരു കട്ട് കൊടുക്കുക കേട്ടോ. ഉള്ളൊക്കെ ഒന്ന് വെന്ത് കിട്ടാനൊക്കെ. വെട്ടുകേക്കാണല്ലോ, അപ്പോൾ അതുപോലെ ഒരു ചെറിയ കട്ട് കൊടുക്കുക. ഇനി നമുക്കിത് വറുത്തെടുക്കാം. അതിനായിട്ട് പാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിൽ ചൂടായതിന് ശേഷം നമുക്ക് ഇത് വറുത്തെടുക്കാം.
നല്ല ടേസ്റ്റുള്ളൊരു പലഹാരമാണ്. ചൂടുള്ള കട്ടൻ ചായയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് അടിപൊളിയാണ്. നല്ല ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ തയ്യാറാക്കാനായിട്ട്. ഫ്ലെയിം കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ ഉള്ളൊന്നും വേവില്ല. അപ്പോൾ നമുക്ക് ഓയിൽ ചൂടായതിനു ശേഷം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. സാവധാനമാണ് ഇത് കുക്ക് ചെയ്തിട്ട് എടുക്കേണ്ടത്, അല്ലെങ്കിൽ ഉള്ളൊന്നും വേവില്ല. ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഒരു ഇത് നമുക്ക് കോരി എടുക്കാം, ഓയിലിൽ നിന്നും കോരി എടുക്കാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതിൻ്റെ അളവ് കറക്റ്റ് ആയിരിക്കണം. ഞാൻ ഗ്ലാസ്സിലാണ് മൈദ അളന്നെടുത്തിട്ടുള്ളത്. 3 ഗ്ലാസ് മൈദക്ക് 1 ഗ്ലാസ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞങ്ങൾക്ക് ഈ മധുരം പാകമാണ്. ഫ്രൈ ചെയ്ത് വരുമ്പോൾ മധുരം കുറവായിട്ട് തോന്നും. നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 1 കപ്പ് പഞ്ചസാര എന്നുള്ളത് 1.5 കപ്പ് പഞ്ചസാരയ്ക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഏത് കപ്പിലാണോ നമ്മൾ മൈദ എടുക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള പഞ്ചസാരയാണ് അതേ കപ്പിൽ തന്നെ എടുക്കേണ്ടത്. അപ്പോൾ മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞങ്ങൾക്ക് കുറച്ച് മധുരം മതി എന്നുള്ളതുകൊണ്ട് 1 ഗ്ലാസ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 3 ഗ്ലാസ് മൈദയിലേക്ക് 1 ഗ്ലാസ് പഞ്ചസാര കറക്റ്റാണ്. ഇതിൻ്റെ അളവ് കറക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള വെട്ട് കേക്ക് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും വെട്ട് കേക്കിൻ്റെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.